ഹലോ ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ കേട്ടേ പറ്റൂ. ഓക്കെ, അർജു എന്നെ ട്രോളിങ്. ഞാൻ ആദ്യം അവനെ ട്രോളിങ്, അർജു എന്നെ ട്രോളിങ്. അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. ലാസ്റ്റ് ഭാഗമൊക്കെ വേറെ ലെവലായിരുന്നു. ഞാൻ അർജുനെ ട്രോൾ ചെയ്ത് അർജുനെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതിന് റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. തെറ്റായൊരു വാക്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ട്രോൾ ചെയ്യപ്പോൾ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ കയറി അങ്ങോട്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. 2 വാക്ക് ഞാൻ ഉപയോഗിച്ചു. ആ വാക്ക് വളരെ മോശമായി എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളെ മുൻനിർത്തിയിട്ട് ഞാൻ അർജുനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ എത്ര ക്ഷമ ചോദിച്ചാലും തെറ്റല്ലാതിരിക്കുന്നില്ല. എന്നാലും എനിക്കതിൻ്റെ ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് ഞാൻ അതിന് ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അർജു റിയലി സോറി. ആ 2 വാക്ക് ഞാൻ ഉപയോഗിച്ചതിന്. ഓക്കെ, ഇനി കാര്യത്തിൽ കിടക്കാം. അർജു ഇത്ര നല്ലൊരു നന്മമരമാണെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. അർജു നീ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ചോദിച്ചു. അർജു അതിന് പറഞ്ഞൊരു ആൻസർ ഉണ്ട്, അതിനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാൻ പാടില്ല, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നൊക്കെ. അത് സത്യമാണ്. പക്ഷേ പുള്ളി ആ സ്പോർട്ടിങ്ങിന് തന്നെ എല്ലാം മറന്ന്, ഇടത് കൈനും മറന്ന്, വലത് കൈനും മറന്ന്, ഇടത് കാലിനും മറന്ന്, വലത് കാലിനും മറന്ന് ചെയ്തൊക്കെ കാണിച്ച് എന്തോ ടീഷർട്ടാ പിന്നെ എന്താ ബനിയൻസ് എന്തൊക്കെ എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കുറേ റിസ്ക് എടുത്തിക്കണ പുള്ളി. എന്തായാലും ഒരുപാട് സന്തോഷം, നന്മകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചു. എന്തായാലും ഇടയ്ക്കൊക്കെ ആ ഇടത് കൈയിനും വലത് കൈയിനും മറക്കാതിരിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ കാര്യം എന്താ, ബെറ്റിംഗ് ആപ്പിൻ്റെ കാര്യം നീ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിനക്ക് തെറ്റ് പറ്റിയിട്ടുമുണ്ട്. മുൻപ് അർജു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിരുന്നു. ഒരുപാട് ഇന്നത്തെ പുതിയ തലമുറ, ഒരുപാട് കുട്ടികൾ ഇതുപോലെ ആപ്പുകളിൽ പെടുന്നുണ്ട്. ഇതൊരു തരം ലഹരിയാണ്. ഒരുപാട് കുട്ടികൾ ആത്മഹത്യൻ്റെ വട്ടിലെത്തിയിട്ടുണ്ട്. അർജു മുൻപ് ഇതുപോലെ ബെറ്റിംഗ് ആപ്പിൻ്റെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഗാംബ്ലിംഗ് ഉപഭോക്താക്കൾ ഇത് ലീഗലാന്ന് പറഞ്ഞിട്ടാണ് അർജുവിന് കൊടുത്തതാണ് അർജു പറയണത്. തെറ്റല്ല. പാവം കുഞ്ഞാവക്ക് അറിയില്ല. വാവക്ക് അറിയാതെ വാവ അത് പ്രൊമോട്ട് ചെയ്തു. വാവയ്ക്കാണെങ്കിൽ 1 മന്ത് സമയമെടുത്തു, പേയ്മെൻറ്റ് വരാൻ സമയമെടുക്കുമെന്നാണ് പറഞ്ഞത്. അതിനിടയിൽ ഒരുപാട് ആളുകൾ അർജുനോട് പറഞ്ഞു, അർജു ഇത് അൺലീഗലാണ്, നീ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പാവം ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ട് വേഗം ഡിലീറ്റ് ചെയ്തു. പക്ഷേ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല. പേയ്മെൻറ്റ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കിട്ടുമെന്നൊക്കെയാണ് അർജു പറയുന്നത്. അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല. എൻ്റെ ഒരു അറിവ് അനുസരിച്ചിട്ട് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അനലിസ്റ്റഡ് ആക്കിയ സ്പോട്ടിൽ ക്യാഷ് കിട്ടും. എൻ്റെ ഒരു അറിവാണ്. ഇനി അതും പിടിച്ചെങ്കിൽ പൊങ്കാലോടല്ല കേട്ടോ. അപ്പോൾ അത് പെട്ടുപോയതാണ്, അതങ്ങനെ പോയി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിംഗ് ആപ്പ്, അതും പുള്ളി ചെയ്തു. പുള്ളിക്കും അതും ലീഗലാണെന്നാണ് അതിൻ്റെ ഉപഭോക്താക്കൾ പറഞ്ഞത്. പാവം അതിലും പെട്ടിട്ട് ആ വീഡിയോയും ചെയ്തു. അപ്പോഴും കുഞ്ഞുമാവക്ക് അറിയില്ല ലീഗലാന്ന് വിചാരിച്ച് പാവം പുള്ളി ചെയ്തു. പുള്ളി അതിൻ്റെ പേയ്മെൻറ്റും കിട്ടിയിട്ടില്ല. പുള്ളി ആരൊക്കെ ഒരു ദൈവവിളി കേട്ടപ്പോൾ വേഗം ഡിലീറ്റ് ചെയ്തു. പാവം ഒരു നന്മകളാണ് പുള്ളി ചെയ്തത്, ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എന്താ ലുഡോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പാവം അറിയില്ല, പാവത്തിന് പോക്കറ്റ് വീർപ്പിച്ചിട്ടൊന്നും അറിയില്ല. നന്മമരമാണ് ഒരുപാട്. എന്തായാലും അർജു ഇപ്പോൾ അതൊക്കെ നിർത്തി. ഇപ്പോഴും ഒരുപാട് മെയിലുകൾ പാവത്തിന് വരുന്നുണ്ട്. പാവത്തിനാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടൊന്നും വേണ്ട ജീവിക്കാൻ, ഗാംബ്ലിംഗ് ഒന്നും വേണ്ട. പാവം 1 മാസം സമയം കൊടുത്തു. പക്ഷെ അപ്പോഴാണ് ബോധം വന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പാവം ലീഗലാന്ന് പറഞ്ഞിട്ട് അതിന് ഓരോന്ന് ചെയ്യിപ്പിച്ചു. ക്യാഷൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ക്യാഷ് കിട്ടുന്നതിന് മുൻപ് പാവം ഡിലീറ്റ് ആക്കും. വീണ്ടും അൺലീഗൽ പരിപാടി വീണ്ടും തുടങ്ങും. പാവം വീണ്ടും ഡിലീറ്റ് ആക്കും. പാവത്തിന് അറിയില്ല. അർജു നീ ഒരുപാട് കുഞ്ഞുങ്ങളെയാണ് നീ രക്ഷിച്ചത്. ഇല്ലെങ്കിൽ ഈ ഇതുപോലെ ആംബ്ലിങ്ങും മറ്റേ സാധനത്തിൻ്റെ ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നമാണ്. ഞാൻ വീണ്ടും പറയുന്ന പോലെ ഞാൻ 2 വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ നിന്നെ മുൻനിർത്തി തന്നെ പറയുകയാണ്. ഐ എം റിയലി സോറി. ഇനിയും നിനക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. വീണ്ടും പറയാണ്, ഇടക്കൊക്കെ ഇടതുകാലും ഇടത് കൈയും ഒക്കെ അറിയട്ടെ. ഓക്കെ, ഇടക്ക തണ്ടലും ഒക്കെ അറിഞ്ഞോട്ടെ കേട്ടോ. ഞാൻ ഒരു 6 കുട്ടികളെ കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ ആയിട്ട് ഇപ്പം വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ചിലവും പഠിക്കാനുള്ള എല്ലാ ചിലവും എടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഒരു എമൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വേറെ ഞാൻ നന്ദി ചെയ്താണെങ്കിലും ഞാൻ എപ്പം ചെയ്യുന്നതാണെങ്കിലും അത് എനിക്ക് ഒരു സൈഡിൽ കൂടെ ചെയ്യുക, മറ്റേ ആൾ അങ്ങനത്തെ ഒരു ഇതുണ്ട് എനിക്ക്. അങ്ങനത്തെ ഒരു സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കാം. എങ്ങനെ ഇരിക്കണം.